കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ നൂതനാശയങ്ങൾ, സംരംഭകത്വം, സാങ്കേതികവിദ്യ എന്നിവയിലൂടെ പരിവർത്തനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനും ടൂറിസം വകുപ്പും ചേർന്ന് ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയുള്ള ആധുനിക കാരവാനുകൾ, സ്റ്റാർട്ടപ്പ് പോർട്ട് പദ്ധതി, ക്ലീൻ ടോയ്ലറ്റ് സംവിധാനം, ബഹുഭാഷാ ഇൻഫർമേഷൻ കിയോസ്കുകൾ, ഫ്രീഡം സ്ക്വയർ എന്നിവയ്ക്കാണ് ധാരണാപത്രം ഒപ്പിട്ടത്. സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രനും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബികയുമാണ് ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ടൂറിസം മേഖലയുടെ പ്രവർത്തനക്ഷമതയും ഉപഭോക്തൃ ഇടപെടലും വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ സ്റ്റാർട്ടപ്പുകൾക്ക് ഉത്തേജകമായി ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം ഇന്നോവേഷൻ സെന്റർ പ്രവർത്തിക്കും. ടൂറിസം മേഖലയ്ക്ക് അനുയോജ്യമായ നൂതന പരിഹാരങ്ങൾ പരിപോഷിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള യാത്രാനുഭവങ്ങൾ നൽകിക്കൊണ്ട് ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള കാരവാൻ ടൂറിസത്തിന്റെ വികസനവും പ്രോത്സാഹനവും ആധുനിക കാരവാൻ പാർക്കുകളിലൂടെ ലക്ഷ്യമിടുന്നു. പ്രകൃതി രമണീയ സ്ഥലങ്ങളിൽ വിദൂര തൊഴിലന്തരീക്ഷം സൃഷ്ടിച്ച് ആളുകൾക്ക് ജോലി ചെയ്യുന്നതിനാവശ്യമായ വർക്കിംഗ് സൗകര്യത്തോടൊപ്പം മനോഹരമായ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് പോഡ്. വിനോദസഞ്ചാരികൾക്ക് ഉപഭോക്തൃ സൗഹൃദപരമായ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഇൻഫർമേഷൻ കിയോസ്കുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ബഹുഭാഷാ ഇൻഫർമേഷൻ കിയോസ്കുകൾ. സഞ്ചാരികളുടെ യാത്ര ലളിതമാക്കുന്നതിനും സഞ്ചരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകുന്നതിനും കിയോസ്കുകൾ ഉപകരിക്കും. പരസ്പരം അറിവ് പങ്കിടുന്നതിനും പ്രോജക്റ്റുകളിൽ സഹകരിക്കുന്നതിനും സംരംഭകാശയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും സമാന ചിന്താഗതി പുലർത്തുന്നവർക്ക് ഒത്തുചേരാനുള്ള ഇടമാണ് ഫ്രീഡം സ്ക്വയർ. ജില്ലകൾ കേന്ദ്രീകരിച്ച് ഫ്രീഡം സ്ക്വയറുകൾ സ്ഥാപിക്കുമെന്നും ധാരണാപത്രത്തിലുണ്ട്. സാങ്കേതിക വിദ്യയിലൂന്നിയ പരിസ്ഥിതി സൗഹൃദ ശുചിത്വ സംവിധാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ സുസ്ഥിര പരിഹാരങ്ങളുടെ പ്രാധാന്യത്തിനും പങ്കാളിത്തം ഊന്നൽ നൽകുന്നു. വിനോദസഞ്ചാരികൾക്ക് മികച്ച അനുഭവം പ്രദാനം ചെയ്യുക, സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുക, സംസ്ഥാന ടൂറിസം മേഖലയുടെ സാധ്യതകളും ആഗോള അംഗീകാരവും വർദ്ധിപ്പിക്കുന്നതിന് നൂതന സാങ്കേതിക പരിഹാരങ്ങൾ സമന്വയിപ്പിക്കുക, ടൂറിസം മേഖലയിലെ പ്രധാന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുക തുടങ്ങിയവ ഈ പങ്കാളിത്തത്തിലൂടെ സാധ്യമാകും. സർക്കാർ സ്ഥാപനങ്ങൾ, സംരംഭകർ, ടൂറിസം മേഖല എന്നിവ തമ്മിലുള്ള സഹകരണം വളർത്തുന്നതിലൂടെ നാടിൻ്റെ സംസ്കാരം, പ്രകൃതി, പൈതൃകം എന്നിവ സംരക്ഷിക്കുന്നതിന് നൂതന ആശയങ്ങളെ സമന്വയിപ്പിക്കുന്നതിനുള്ള ആഗോള മാതൃകയെ കേരളത്തെ ഉയർത്തിക്കാട്ടുന്നതിനും ടൂറിസം വകുപ്പും സ്റ്റാർട്ടപ്പ് മിഷൻ തമ്മിലുള്ള ധാരണാപത്രം ലക്ഷ്യമിടുന്നു. ധാരണാപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതോടെ കേരളത്തിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കാൻ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങളിലൂടെ മികച്ച അനുഭവങ്ങൾ നൽകി മുന്നോട്ട് പോകാൻ സാധിക്കും. ലോകത്തെവിടെയുമുള്ള സഞ്ചാരികളുടെ വിരൽത്തുമ്പിൽ കേരളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന വിധത്തിൽ രാജ്യത്ത് ആദ്യമായി ഒരു ഇന്നോവേഷൻ സെന്റർ സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് ടൂറിസം വകുപ്പ് നടപ്പാക്കും. പുതിയ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംരംഭകർ ഈ മേഖലയിലേക്ക് വരണമെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായുള്ള ധാരണാപത്രത്തിലൂടെ അതിന് തുടക്കമിടുകയാണ്. ലോകത്തെ പ്രധാന സ്റ്റാർട്ടപ്പ് ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് അഭിമാന നേട്ടമാണ്. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ കേരളത്തിന് സാധിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയും നൂതന ആശയങ്ങളും കോർത്തിണക്കിക്കൊണ്ട് സ്റ്റാർട്ടപ്പുകളിലൂടെ ടൂറിസം മേഖലയുടെ കുതിപ്പിൻ്റെ വേഗത വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ടൂറിസം മേഖലയിൽ ലാഭകരമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ആശയങ്ങളെക്കുറിച്ചും മൂല്യവർദ്ധനവ് നൽകുന്ന കേരളത്തിൻ്റെ തനത് ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ടെന്ന് KSUM CEO അനൂപ് അംബിക പറഞ്ഞു. വർക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് പോഡുകൾ, ആധുനിക കാരവാൻ പാർക്കുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ലഭ്യമാക്കുന്ന ആപ്പ്, മെച്ചപ്പെട്ട പൊതു ശൗചാലയങ്ങൾ തുടങ്ങിയവ പ്രാവർത്തികമാക്കാൻ സ്റ്റാർട്ടപ്പ് മിഷൻ ആഗ്രഹിക്കുന്നതായും അനൂപ് അംബിക കൂട്ടിച്ചേർത്തു. ടൂറിസം മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം, സുരക്ഷാ പ്രശ്നങ്ങൾ തുടങ്ങിയവയിൽ സാങ്കേതിക അധിഷ്ഠിത പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് ധാരണാപത്രം മുൻഗണന നൽകുമെന്ന് ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. മലയാള ഭാഷയിലെ ലോകോത്തര ക്ലാസിക്കുകൾ പിറവിയെടുത്ത ഇടങ്ങളെയും എഴുത്തുകാരെയും സഞ്ചാരികൾക്ക് അനുഭവവേദ്യമാക്കുന്ന ലിറ്ററേച്ചർ സർക്യൂട്ട് എന്ന ആശയം വികസിപ്പിക്കുക, സ്കൂൾ കലോത്സവം ഉൾപ്പെടെയുള്ള കലയുടെ അരങ്ങുകളിൽ വിനോദസഞ്ചാരികളെ എത്തിക്കുക തുടങ്ങിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നും ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിൻ്റെ കലാസാംസ്കാരിക നേട്ടങ്ങളെയും പൈതൃകങ്ങളെയും സഞ്ചാരികൾക്ക് മുന്നിൽ ദൃശ്യരൂപത്തിൽ വിശദീകരിക്കുന്ന ഇൻ്റർപ്രട്ടേഷൻ സെൻ്ററുകൾ സ്ഥാപിക്കുന്നതിലൂടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവുണ്ടാകുമെന്ന് KTIL MD മനോജ് കീനി പറഞ്ഞു. ചടങ്ങിൽ കിഡ്സ് ഡയറക്ടർ ഡോക്ടർ ദിലീപ് അമാർ, വിനോദസഞ്ചാര വകുപ്പ് അഡീഷണൽ ഡയറക്ടർ വിഷ്ണുരാജ് P, KTIL ചെയർമാൻ SK സജീഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആനന്ദ് TV.